ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പോളം പൈനാപ്പിൾ വരും. അതൊരു ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു 3 എണ്ണം അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാനായിട്ട് വെക്കാം. പൈനാപ്പിള് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പൈനാപ്പിളിന് 1 കപ്പ് തേങ്ങ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയേണ്ട കാര്യമില്ല. കടുകൊന്ന് ചതഞ്ഞ് വന്നാൽ മതി. ആ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അരപ്പ് തിളച്ച് പോകും പെട്ടെന്ന്. അപ്പോൾ അരപ്പൊക്കെ ചേർത്തു. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. തിളയ്ക്കേണ്ട കാര്യമില്ല. തിളയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മളിത് വാങ്ങി വെക്കണം. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില. ഇനി ഈ താളിച്ച കൂട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. കുറച്ച് മധുരവും അത്യാവശ്യത്തിന് പുളിയും ഒക്കെയുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.